ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം. ഇന്നലത്തെ തിരക്ക് എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ഇന്നലത്തെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം ശബരിമല സന്നിധാനം ഇന്ന് ശാന്തം. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത 36,000 പേരടക്കം 85,000 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നേരത്തെ തമ്പടിച്ചവരും കുറുക്കുവഴികളിലൂടെ വന്നവരും തിരക്ക് രൂക്ഷമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കുമെന്ന് ADGP ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. മുമ്പ് ഈ പാസ് സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ എത്ര പേര് വേണമെങ്കിലും വരുമായിരുന്നു. അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ എണ്ണത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ അപൂർവം ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. ഇപ്പം അങ്ങനെ ഒരു സ്ഥിതിയല്ല ഉള്ളത്. നമ്മൾ കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും 55,000 1,00,000 മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദർശനം നടത്താതെ മടങ്ങിയ സംഘത്തെ ADGP ഫോണിൽ വിളിച്ച് തിരികെ എത്തിച്ചു. നിലവിൽ ദർശനത്തിന് കാര്യമായ ബുദ്ധിമുട്ടില്ലെന്നാണ് തീർത്ഥാടകരുടെ പ്രതികരണം. ഞങ്ങൾ ഇപ്പോൾ ഒരു 20 മിനിറ്റായി. വെള്ളം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ? സൗകര്യമാണ്, കുഴപ്പമില്ല. ഇന്നലെയൊക്കെ വലിയ ബുദ്ധിമുട്ട് ആളുകൾ പറഞ്ഞു. അത്ര പ്രശ്നം ഇന്ന് തോന്നുന്നുണ്ട്. ഇന്ന് വളരെ കൺട്രോളാണ്. എല്ലാം സൗകര്യപ്പെട്ട് വരാൻ പറ്റി, ഒരു കുഴപ്പമില്ല. കുട്ടി ഞങ്ങൾ വരികയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പ്രതിദിനം തത്സമയ ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായി എത്തുന്ന തീർത്ഥാടകർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. ഇതിനായി ഭക്തർക്ക് നിലയ്ക്കലിൽ തങ്ങാനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.